ഹലോ ഗൈസ്, നമസ്കാരം. അങ്ങനെ 2 കൊല്ലം കഴിഞ്ഞിരിക്കുകയാണ്. ഞാനിതാ നാട്ടിലേക്ക് പോവാണ് കേട്ടോ. അത് ലഗേജും എല്ലാ സാധനങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട്. ഇപ്പം ഞാൻ നിൽക്കുന്നത് ഇബൻ ബത്തൂത്ത മെട്രോ സ്റ്റേഷൻ്റെ മുമ്പിലാണ് കേട്ടോ. അപ്പോൾ ഇത്തവണ ഞാൻ അബുദാബിയിൽ നിന്നാണ് നാട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ ഞാൻ ഇബൻ ബത്തൂത്ത വരെ എങ്ങനെ എത്തി എന്നുള്ളത് ആദ്യം ഒന്ന് കണ്ടിട്ട് വാട്ടോ. ഓക്കെ, അതിനുശേഷം നമുക്ക് ബാക്കി പറയാം. അപ്പോൾ നമ്മളിതാ യൂണിയൻ മെട്രോ സ്റ്റേഷൻ്റെ മുമ്പിൽ നിൽക്കുകയാണ് കേട്ടോ. ഇനി നമ്മൾ നേരെ സ്റ്റേഷൻ്റെ അകത്തേക്ക് കയറാണേ. അപ്പോൾ നമ്മളിതാ മെട്രോയിൽ കയറി കേട്ടോ. യൂണിയൻ സ്റ്റേഷൻ മെട്രോ കയറി ഇതങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. The final destination of this train is UAE Exchange. قادمة هي بنك أبو ظبي التجاري. The next station is ADCB. المحطة الأخيرة لهذا القطار هي الإمارات العربية المتحدة للصرافة. المحطة القادمة هي سوق التأمين. The final destination of this train is UAE Exchange. The next station is Insurance Market. UAE Exchange. The next station is Jabal Ali. അങ്ങനെ നമ്മൾ ജബലയിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. Between Dubai Metro Red Line and Route 2020. ഇതൊരു ഇന്റർചേഞ്ച് സ്റ്റേഷനാണ് ഈ ജബലലി എന്ന് പറയുന്നത്. അവിടെ ലെഫ്റ്റ് സൈഡ് കാണുന്ന പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് നമ്മുടെ എക്സ്പോ 2020 ആ ഭാഗത്തേക്ക് പോകുന്നതാണ്. അപ്പം നമുക്ക് റൈറ്റ് സൈഡിലുള്ള പ്ലാറ്റ്ഫോമാണ് കേട്ടോ. المحطة القادمة هي جبل علي، وهي محطة انتقالية بين الخط الأحمر ومسار 2020 لمترو دبي. The next ആ ട്രാക്കാണ് നേരെ എക്സ്പോ 2020 പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിറങ്ങാനുള്ള സ്റ്റോപ്പായിട്ടുണ്ട് ഇബൻ ബത്തൂത്ത. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇത്തവണ ഞാൻ പോകുന്നത് കോഴിക്കോടേക്കല്ല, കൊച്ചിക്കാണ്. അപ്പോൾ അബുദാബിയിൽ നിന്ന് നൈറ്റ് 11 മണിക്കാണ് എനിക്ക് ഫ്ലൈറ്റ്. ഇപ്പോൾ സമയം 3 മണിയായിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഒരു 1 മണിക്കൂർ 20 മിനിറ്റ് ട്രാവൽ ഉണ്ട് കേട്ടോ അബുദാബി എയർപോർട്ടിലേക്ക്. അപ്പോൾ നമുക്ക് 11 മണിക്കാണ് ഫ്ലൈറ്റ്. ശ്രീലങ്കൻ എയർവേസാണ് ഞാൻ ഇത്തവണ ബുക്ക് ചെയ്തേക്കുന്നത് കേട്ടോ. കാരണം ഇത്തവണ ഇൻഡിഗോ ആയാലും സ്പൈസ് ജെറ്റ് ആയാലും ഒക്കത്തേനും റേറ്റ് എന്താ പറയുക ഡബിൾ ഇരട്ടിയായിരുന്നു. ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് കഴിഞ്ഞ പ്രാവശ്യം ബുക്ക് ചെയ്ത ഇൻഡിഗോ തന്നെ നോക്കിയപ്പോൾ 1500 ദിർഹംസൊക്കെയാണ് കാണിച്ചത്, സിംഗിൾ, അതായത് വൺ സൈഡ്. അപ്പോൾ അതെന്തായാലും നമുക്കത് മുതലാവില്ല. അപ്പോൾ അത് കാരണമാണ് ഞാൻ ഇങ്ങനൊരു പ്ലാൻ ഇട്ടത്. അപ്പോൾ അതിൽ ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വെക്കേഷന് എനിക്ക് 14 മണിക്കൂറും 45 മിനിറ്റും ഈ ട്രാവലിൽ തന്നെ അങ്ങോട്ട് പോയി. കാരണം 9 മണിക്കൂർ കൊളംബോയിൽ ലേ ഓവർ ഉണ്ട്. വെളുപ്പിന് 5 മണിക്ക് കൊളംബോയിലെത്തി അവിടുന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് എടുക്കുള്ളൂ. അപ്പോൾ അങ്ങനൊരു പറ്റിപ്പോയി എനിക്ക് ഇത്തവണ. 14 മണിക്കൂറും 45 മിനിറ്റും ഈ ഒരു ട്രാവലിൽ അങ്ങനെ തന്നെ അങ്ങോട്ട് പോയി. പിന്നെ കൊച്ചിയിൽ നിന്ന് ട്രെയിനിലാണ് ഞാൻ തിരിച്ച് വടകരയ്ക്ക് പോകുന്നത്. അപ്പോൾ ഇതെന്തായാലും ഏകദേശം ഒരു 4 പാർട്ടിനുള്ളത് എന്തായാലും ഒരു സ്കോപ്പുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ 4 പാർട്ടാക്കിയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. എന്തായാലും 4 പാർട്ട് ഉണ്ടാവും. കാരണം ഇത്രയും ദിവസം നീണ്ടുനിൽക്കണമല്ലോ. ഇന്നിപ്പോൾ ദിവസം 27 നാളെ വെളുപ്പിനാണ് ഞാൻ കൊളംബോ എത്തുള്ളൂ. എന്നിട്ട് അവിടുന്ന് ഉച്ചയ്ക്ക് കയറി വൈകിട്ട് കൊച്ചി എത്തും.
അപ്പോൾ കൊച്ചിയിൽ നിന്ന് ജനശതാബ്ദിയൊക്കെ നോക്കിയപ്പോൾ അതിനൊന്നും സീറ്റ് കിട്ടിയില്ല. 29-ാം തീയതി രാവിലെ 6 മണിക്കാണ് എനിക്ക് അടുത്ത ട്രെയിൻ വടകരയ്ക്ക്, എറണാകുളം കണ്ണൂർ ഇൻ്റർസിറ്റി. അങ്ങനെയൊക്കെയാണ് ഈ ഒരു വെക്കേഷന് വേണ്ടി സമയം അങ്ങനെ അങ്ങോട്ട് പോയി. കല്യവല്ലി ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. നല്ല കാറ്റടിക്കുന്നുണ്ട് കേട്ടോ ഇവിടെ. ഒരു ഓപ്പൺ ഏരിയ ആണല്ലോ, നല്ല രീതിയിലുള്ള കാറ്റടിക്കുന്നുണ്ട്. അപ്പം എന്തായാലും നമ്മൾ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. നേരെ ഇനി അബുദാബി എയർപോർട്ടിൽ. അപ്പോൾ നമ്മുടെ ബസ് വന്ന് ലഗേജൊക്കെ സേഫായിട്ട് വെച്ചു കേട്ടോ. പിന്നെ നമ്മൾ അകത്തേക്ക് കയറുകയാണ്. ഫൈനലി നമ്മൾ ബസ്സിൽ കയറി കേട്ടോ. അപ്പോൾ നമുക്ക് കാണിക്കുന്ന ടൈം 1 മണിക്കൂറും 17 മിനിറ്റുമാണ്. അപ്പോൾ നമ്മൾ ഈ വൻപത്തൂത്ത ബസ് സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ടു. നമ്മുടെ യാത്ര കണ്ടിന്യൂ ചെയ്യുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് കണ്ടതാണ് ഇന്നലെ ഡിസ്പ്ലേയിൽ എമ്പുരാൻ്റെ ഒരു പരസ്യം കൊടുത്തിട്ടുണ്ടായിരുന്നു. എമ്പുരാൻ്റെ ഒരു പരസ്യം, ഇവിടുത്തെ RTA ബസ്സിൽ വരെ എമ്പുരാൻ്റെ പരസ്യം. അടിപൊളി. അപ്പോൾ 1 മണിക്കൂറും 17 മിനിറ്റുമാണ് നമുക്ക് വേണ്ട ട്രാവൽ ടൈം. നമ്മളിത് ഇവിടുന്ന് യാത്ര തുടങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ സമയം കറക്റ്റ് 4 മണി, ഏകദേശം ഒരു 5:20 ആകുമ്പോഴേക്കും എത്തുന്ന വിചാരിക്കുക, ട്രാഫിക്കും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ. ഓക്കെ, അങ്ങനെ നമ്മൾ ഇവിടെ എയർപോർട്ടിൽ ബസ് ഇറങ്ങി കേട്ടോ. ഈ ബസ്സാണ് നമ്മുടെ. അപ്പോൾ ഇതാണ് എയർപോർട്ടിൻ്റെ നമ്മുടെ ഈ 2 പെട്ടിയാണ് നമ്മൾ കേട്ടോ. ബസ്സിലാണ് നമ്മൾ വന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ നേരെ അകത്തേക്ക് കയറുകയാണേ. നമുക്ക് 7 മണിക്കാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നത് കേട്ടോ, ബോർഡിങ്ങും മറ്റു പരിപാടിയൊക്കെ. ഇപ്പോൾ സമയം 5:30 ആയിട്ടേ ഉള്ളൂ, സമയമുണ്ട്. ഇപ്പോൾ നമ്മൾ പതുക്കെ നേരം അകത്തേക്ക് കയറുക. അപ്പോൾ ഇതാ നമ്മൾ ചെക്ക് ഇൻ കൗണ്ടർ ജിയിലേക്ക് പോവുകയാണ്. ഈ ഭാഗത്തായിട്ടാണ് ജി വരുന്നത് കേട്ടോ. ഇതിൽ ലെഫ്റ്റാണോ റൈറ്റാണോ എന്നറിയില്ല, 2 കൗണ്ടർ കാണുന്നുണ്ട്. ജി ഇവിടെ തന്നെയാണ് വരുന്നത്. അതിൽ നമ്മുടേത് ഏതാണെന്ന് അറിയില്ല, ഏത് ഭാഗമാണ് നമ്മുടെ ചെക്ക് ഇൻ കൗണ്ടർ വരുന്നതെന്ന് അറിയില്ല. ഇതൊക്കെ എത്തിയാദ് എയർലൈൻസിൻ്റെയാണ്. നമുക്ക് ഈ ഭാഗത്ത് എവിടെയോ ആയിട്ടാണ് വരുന്നത്. എല്ലാവരും ഇതവിടെ ഇരിക്കുകയാണ് കേട്ടോ. ഇതാണ് നമ്മുടെ കൗണ്ടർ. അപ്പം നമ്മൾ ചെക്ക് ഇൻ ചെയ്തിട്ട് ആ വഴിയാണ് നമുക്ക് പോകാനുള്ളത്. ഇവിടുന്ന് താഴോട്ടേക്ക് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് ഡ്യൂട്ടി ഫ്രീ ഷോപ്പും അതുപോലെ തന്നെ നമ്മുടെ ബാഗ് വരുന്നൊരു ഭാഗമാണ്. ഇത് താഴത്ത് കാണുന്നത് അറൈവലാണ്. നമ്മുടെ ദുബായ് എയർപോർട്ട് പോലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ക്രൗഡുള്ളൊരു എയർപോർട്ടും കൂടിയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ചെക്കിനും ഇമിഗ്രേഷനും അതുപോലെ തന്നെ സെക്യൂരിറ്റി ചെക്കും ഒക്കെ കഴിഞ്ഞു കേട്ടോ. നമ്മുടെ ചെക്ക് ഇൻ സ്റ്റാർട്ട് ചെയ്യാൻ ഒരുപാട് വൈകി, 8 മണിയായി തുടങ്ങിയപ്പോൾ. പക്ഷെ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു 10-20 മിനിറ്റ് കൊണ്ട് ചെക്കിനും എമിഗ്രേഷനും എല്ലാ പരിപാടിയും കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മളിതാ സെക്യൂരിറ്റി ചെക്കൊക്കെ കഴിഞ്ഞിട്ട് ഡ്യൂട്ടി ഫ്രീൻ്റെ ഇവിടെ നിൽക്കുകയാണ് കേട്ടോ. ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൻ്റെ ആ വഴി കൂടി ഇങ്ങനെ നടന്ന് പോവുകയാണ്.
ഇവിടെ പെട്ടെന്ന് തന്നെ എല്ലാ പരിപാടിയും കഴിഞ്ഞു. ഒരു 15 മിനിറ്റ് കൊണ്ട് എല്ലാ പ്രോസസ്സും കഴിഞ്ഞ് ഇപ്പോൾ ഡ്യൂട്ടി ഫ്രീയുടെ അവിടെ ഇങ്ങനെ വന്ന് വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ ഗേറ്റ് 9:30-ക്കാണ് അനൗൺസ് ചെയ്യാമെന്നാണ് ഇവിടെ ഡിസ്പ്ലേയിൽ കാണിച്ചിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞാണ് 9:30-ക്കാണ് നമ്മുടെ ഗേറ്റ് അനൗൺസ് ചെയ്യുക. ഇത്തവണ എനിക്ക് വിൻഡോ സീറ്റ് കിട്ടിയില്ല. അതായത് അബുദാബിയിൽ നിന്ന് കൊളംബോ വരെ എനിക്ക് വിൻഡോ സീറ്റ് കിട്ടിയില്ല. അത് മിഡിൽ സീറ്റാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ വിൻഡോ സീറ്റ് എനിക്ക് കിട്ടിയിട്ടുള്ളത് കൊളംബോ ടു കൊച്ചിയാണ്. കുഴപ്പമില്ല. എപ്പോഴും ഈ വിൻഡോ സീറ്റ് തന്നെ കാണുന്നില്ലല്ലോ, ഒന്ന് ചേഞ്ചൊക്കെ വേണ്ടേ. ഇപ്പോൾ ഈ ചെയ്ത മാതിരി ഡ്യൂട്ടി ഫ്രീ ലിക്കർ ഏരിയ ആണ് കേട്ടോ ഇതൊക്കെ. അങ്ങനെ നമ്മളിതാ ബോർഡിംഗ് ഒക്കെ കഴിഞ്ഞു കേട്ടോ. നേരെ ഫ്ലൈറ്റിലേക്ക് കയറുകയാണ്. അപ്പോൾ നമ്മളിതാ ഇവിടെ വെച്ച ഒരാളെ പരിചയപ്പെട്ടിട്ടുണ്ട് കേട്ടോ. യോങ്ങന, ഇത് ശ്രീലങ്കയിലുള്ള ആൾ തന്നെയാണ്. അപ്പോൾ ഇവിടെ വെച്ച് നമ്മൾ പരിചയപ്പെട്ടതാണ് കേട്ടോ. അപ്പോൾ നമ്മളിതാ നേരെ ബ്രിഡ്ജ് വഴി ഫ്ലൈറ്റിലേക്ക് കയറാൻ പോവുകയാണ്. ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ് കേട്ടോ ശ്രീലങ്കൻ എയർവേസ്. എങ്ങനെയുണ്ടെന്നൊന്നും കണ്ടറിയണം. ഫസ്റ്റ് ടൈമാണ് ശ്രീലങ്ക പോകുന്നതും. അപ്പോൾ നമ്മുടെ ബാഗ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഓർമ്മ. അപ്പോൾ നമ്മൾ നേരത്തെ ഫ്ലൈറ്റിലേക്ക് കയറാൻ പോവാണ്. ലഗേജല്ലോ? ഓ, അത് ഹാൻഡ് ലഗേജ് എടുക്കത്തെ വലിയോ? അത് ഇത് അടിക്കാൻ അടിച്ചാൽ വെറുതെ എടുത്ത് കൊടുക്കും. അയ്യോ, ആ വത്തിനല്ലേ കൈ വീശി നടക്കണം. അപ്പോൾ നമ്മളിതാ ഫ്രീ ആണ്. ചെറിയൊരു ബാഗ് മാത്രമേ ഉള്ളൂ, ഒന്നുമില്ല നമ്മുടെ കയ്യിൽ. അപ്പോൾ നമ്മുടെ ഫ്ലൈറ്റ് അവിടെ കിടക്കുന്നുണ്ട് കേട്ടോ, ശ്രീലങ്കൻ എയർവേസ്. അപ്പോൾ നമ്മൾ ഫ്ലൈറ്റിലേക്ക് കയറാൻ പോവാണ്. ഹലോ, വലത്ത് കാല് വെച്ച് കയറാം. ഹലോ, ഇതിൻ്റെ ബിസിനസ് ക്ലാസ് ആണ് കേട്ടോ. നല്ലൊരു സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ആണ്. 2x2. അപ്പോൾ നമ്മുടെ 23E ആണ് കേട്ടോ വരുന്നത്. ഇത് പുറക്കായിട്ടാണ് വരുന്നത്. ഒന്നിട്ട് 23. കുഴപ്പമില്ല കേട്ടോ, നല്ലൊരു ഫ്ലൈറ്റ് തന്നെയാണ്. 3x3 ആണ് നമ്മുടെ സീറ്റിംഗ് ലൈവ് ഓവർ വരുന്നത്. അപ്പോൾ നമ്മുടെ സീറ്റ് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. മിഡിലാണ്. ഇവിടെ ഒരു USB ചാർജിങ് കേബിൾ ഉണ്ട്. അതുപോലെ തന്നെ ഒരു ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് ഒരു ട്രേ ടേബിൾ ഉണ്ട് കേട്ടോ. ട്രേ ടേബിളുണ്ട്. പിന്നെ ലെഗ് സ്പേസ് അത്യാവശ്യം വേണ്ട രീതിയിലൊക്കെ ഉണ്ട്. പിന്നെ ഫുഡ് റെസ്റ്റോ കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. ഇതൊക്കെ വർക്ക് ചെയ്യുന്നതാണോ എന്ന് നോക്കാം. വർക്ക് ചെയ്യുകയാണെങ്കിൽ എന്തെങ്കിലും സിനിമയൊക്കെ കണ്ടിരിക്കാം. അപ്പോൾ അത് ഇവിടെ ഉള്ള ഒരു വിൻഡോ സീറ്റാണ്. ഇവിടുത്തെ ആൾ വന്നില്ലെങ്കിൽ ഞാൻ ഇവിടെ കയറിയിരിക്കും. ഈ ഒരു ഭാഗത്താണ്, പുറത്ത് ഭാഗത്തായിട്ടാണ് ഉള്ളത് കേട്ടോ. ഫ്ലൈറ്റിൽ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ അവിടെ AC-യുടെ വെൻ്റ് ഉണ്ട്. അതുപോലെ തന്നെ റീഡിങ് ലൈറ്റ്. പിന്നെ ഈ ലൈറ്റ് ഉണ്ടല്ലോ, ഇത് നമ്മൾ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ട് എയർ ഹോസ്റ്റസിനെ വിളിക്കാൻ വേണ്ടിയിട്ടുള്ള ലൈറ്റാണ്. ഓവറോൾ സംഭവം കൊള്ളാം. ലെഗ് സ്പേസ് ഇത്തിരി കുറവാണെന്നുള്ളൂ. അതുപോലെ തന്നെ ഇവരുടെ ഒരു മെനു ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവർ
കുറേ മെനു ഒക്കെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഡ്യൂട്ടി ഫ്രീയുടെ. ഇപ്പോൾ ഫ്ലൈറ്റ് ഏകദേശം ഫുള്ളായിട്ടുണ്ട്. ഇപ്പോൾ നമ്മളത് പുഷ് ബാക്ക് ചെയ്യാനുള്ള സമയം ഏകദേശമായി. ഇപ്പോൾ 11 മണിയായി. Good day, ladies and gentlemen. This is Captain speaking. My name is Ishwar Gunadra. Today with my colleague Christoph is Absari Hadritana and the rest of the crew, we warmly welcome you on board Sri Lankan Airlines flight UL 208 service from Abu Dhabi to Colombo. We are waiting for the air traffic control clearance. Once that is received, we'll be on our way to Colombo. Our flight time today will be 4 hours and we'll be cruising at an altitude of 35,000 feet. Weather forecast en route is mostly to be clear. However, we strongly suggest you to keep your seatbelt loosely fastened while seated for own safety. Our cabin is led by cabin manager Dinesh Gunasekara. Dinesh and his charming cabin crew will ensure safety and comfort throughout the flight. I will get back to you with extra time of arrival and actual weather in Colombo before we commence our mission. Until then, enjoy this flight with us. Welcome aboard. Aibon. Ayubowan and welcome to Sri Lankan Airlines. Taking off is a world of fun. We're soaring up to the clouds towards the sun. But before we get started and set you on your trip, please buckle up and hear out these safety tips. Your flight. അപ്പോൾ നമ്മുടെ ഫ്ലൈറ്റ് ടാക്സി ചെയ്യുന്നത് റൺവേയിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. Ladies and gentlemen, as we shall be taking off shortly, we kindly request our passengers to fasten your seatbelt. Adjust your seatbelt to the upright position, store your readables and open window blinds. If your laptop is placed in a electronic device, please do not operate your seat. Take the additional academic crew member immediately. All electronic devices just placed in hand luggage should not be carried charging device. Once again, your strict compliance will be greatly appreciated. Our safety regulation. അതൊക്കെ നമ്മളെ ശ്രീലങ്കൻ എയർവേസിൽ കണ്ണൂർ സ്ക്വാഡ് കളിക്കുന്ന മമ്മൂട്ടിൻ്റെ. അപ്പോൾ ഒരു മലയാളപ്പടം നമ്മൾ കണ്ടുകിട്ടിയിരിക്കുകയാണ്. അപ്പോൾ നമ്മളെ ഫ്ലൈറ്റ് ഇതാ റൺവേയിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ.
വന്നിരിക്കുകയാണ് കേട്ടോ. വെജാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെയാണുള്ളത് നോക്കാം. ഇതൊരു വെള്ളം തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു എംപ്റ്റി കപ്പ് ഉണ്ട്. നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ വെജ് റൈസ്, അതുപോലെ തന്നെ ബീൻസ് ഉപ്പേരി, ഒരു സബ്ജി ഉണ്ട്. പിന്നെ ഇത് സ്പൂണാണ് കേട്ടോ കഴിക്കാനുള്ളത്. ഇതിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ വാട്ടർ മെലൺ, പിന്നെ അങ്ങനത്തെ കുറച്ച് ഐറ്റംസ്. ഇതും ഒരു ഡ്രൈ ഫ്രൂട്ട്സോ അങ്ങനത്തോ ആണ്. പിന്നെ നമുക്കൊരു ഷുഗറും ടിഷ്യൂ പേപ്പർ, ചെറിയൊരു സ്പൂണ് തന്നിട്ടുണ്ട്. ചിലപ്പോൾ ചായ, കാപ്പി അങ്ങനെ എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയായിരിക്കും. എന്തായാലും ഇതൊക്കെയാണ് നമുക്ക് ഇപ്പം നൈറ്റ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മൾ ഫുഡൊന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. ശ്രീലങ്കൻ സ്റ്റൈൽ ഫുഡാണല്ലോ, അപ്പോൾ അത് എങ്ങനെയുണ്ട് നമുക്ക് നോക്കണമല്ലോ. കുഴപ്പമില്ല, ഓക്കെ അങ്ങനെ പറയാം. ചൂടില്ല, അതാണ് മെയിൻ പ്രശ്നം. അത് പരിപ്പ് കറിയാണ് കേട്ടോ. കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത്തിരി ചൂടും കൂടി ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. എന്തായാലും കഴിച്ചു തരട്ടെ. ഓക്കെ, ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടോ. നല്ല അടിപൊളി ഫുഡ് തന്നെയായിരുന്നു. എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. ചിലപ്പോൾ വിശന്ന് ഒരു പരുവത്തിലിരിക്കണ കൊണ്ടായിരിക്കും നല്ല ടേസ്റ്റായിട്ടൊക്കെ തോന്നിയത്. എന്തായാലും നല്ല അടിപൊളി ഫുഡായിരുന്നു. ഞാൻ ഇതുവരെ കഴിച്ചതിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ളൂ ശ്രീലങ്കൻ എയർവേസിലെ ഫുഡ്. അടിപൊളി തന്നെയായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ പ്രത്യേകിച്ച് കാഴ്ചകളൊന്നുമില്ല. ചുറ്റും ഇരുട്ടാണ്. എല്ലാവരും ഇതാ ഭക്ഷണം കഴിച്ചു. ഇനി കുറച്ച് കഴിയുമ്പോഴേക്കും എല്ലാവരും നല്ല ഉറക്കമായിരിക്കും. വെളുപ്പിന് 5 മണിക്ക് നമ്മൾ കൊളംബോയിൽ ലാൻഡ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇനി നേരെ കിടന്നുറങ്ങുകയാണ്. ഇനി രാവിലെ നമുക്ക് കൊളംബോ എത്താറാവുമ്പോൾ കാണാം കേട്ടോ. விமான அதிகாரி ஒருவரை அல்லது ஸ்ரீலங்கன் ஏர்லைன்ஸ் அதிகாரி ஒருவரை நாடவும். விமான பயணம் மற்றும் விடுமுறையை கழிப்பதற்கு ஸ்ரீலங்கன் ஏர்லைன்ஸில் பயணம் செய்வதனூடாக விசேட சலுகைகளை பெற்றுக்கொள்ள ஸ்ரீலங்கன்.com என்ற எமது இணையதள முகவரியை நாடுங்கள். உங்களுக்கு சேவை வழங்க கிடைத்தவையிட்டு பெருமகிழ்ச்சி அடைவதுடன் மீண்டும் சந்திக்க விரும்புகின்றோம். வான்வேர்ல்டு அமைப்பின் உறுப்பினரான ശ്രീലങ്കൻ എയർലൈൻസിൽ പയണം ചെയ്തமைக்கு നന്ദി. അപ്പോൾ അതാ നമ്മൾ ഫ്ലൈറ്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ് കേട്ടോ. ശ്രീലങ്കയിൽ കാലുകുത്താൻ പോവുകയാണ് ഗൈസ്. See you. Bye. Hi. See you. Goodbye.
അങ്ങനെ ശ്രീലങ്കയിൽ കാലുകുത്തി എപ്പോഴും ഇരുന്നേ ട്രാവലേ സൂപ്പർ ആരംഭിച്ചോ. ഇങ്ങനെയാണ് നമ്മൾ ദുബായിൽ നിന്ന് കണ്ടുമുട്ടിയത്. പുള്ളി ഇവിടെ ശ്രീലങ്കയിലുള്ള ആളാണ്. ദുബായ് വരുമ്പോൾ പാക്കണം. ഓക്കെ, അപ്പം ഇനി എനിക്ക് കണക്ഷൻ ഫ്ലൈറ്റിൻ്റെ ഏരിയ എവിടെയാണെന്ന് നോക്കണം. ഇതേ വഴിയിൽ തന്നെ പറഞ്ഞു. കണക്ഷൻ ഫ്ലൈറ്റോട് பார்க்கணும். അപ്പോൾ നമ്മളിതാ ട്രാൻസിറ്റ് ഏരിയയിലേക്ക് നോക്കാം. കണക്ഷൻ അപ്പോൾ നമ്മളിതാ ട്രാൻസിറ്റ് ഏരിയ ലക്ഷ്യമാക്കി പോവുകയാണ്. കാരണം നമുക്ക് ഒരുപാട് സമയമുണ്ടല്ലോ. 1:05 നമ്മുടെ ബോർഡിങ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. കാരണം നമുക്ക് അബുദാബിയിൽ നിന്ന് അടിച്ചു കിട്ടിയ ബോർഡിംഗ് പാസിൽ ഗേറ്റ് ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ലല്ലോ. നേരെ പോയി റൈറ്റാ? ഓക്കെ, ലെഫ്റ്റ്. പാപ്പടാ ദുബായിൽ വെച്ച് പാപ്പാ. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ ഭാഗത്തും ഒരുപാട് ഡ്യൂട്ടി ഫ്രീ ഷോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ബോർഡിൽ ശ്രീലങ്കൻ ലാംഗ്വേജ് അതുപോലെ തന്നെ തമിഴും ഇംഗ്ലീഷും ഉണ്ട് കേട്ടോ. അപ്പോൾ ശ്രീലങ്കയിൽ തമിഴും സംസാരിക്കും. അങ്ങനെ ശ്രീലങ്കയിൽ കാലുകുത്തിയിരിക്കുകയാണ്. ഇവിടെയും ഡ്യൂട്ടി ഫ്രീ ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ശ്രീലങ്കൻ എയർപോർട്ടിലെ ട്രാൻസിറ്റ് ഏരിയയിൽ വെയിറ്റ് ചെയ്യാണ് കേട്ടോ. ഇപ്പോൾ സമയം 5:30 അപ്പോൾ അബുദാബിയിൽ നിന്ന് കൊളംബോ വരെയുള്ള കാഴ്ചയാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു യാത്ര നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അബുദാബിയിൽ നിന്ന് കൊളംബോ വരെയുള്ള ഈ ഒരു പാർട്ട്. ഇനിയിപ്പോൾ അടുത്ത പാർട്ടായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് കൊളംബോ നിന്ന് കൊച്ചിയിലേക്കുള്ള പാർട്ടാണ് കേട്ടോ, രണ്ടാമത്തെ. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ തൽക്കാലം ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. അതുവരെയും ബൈ ഫ്രം കൊളംബോ.